അമ്പലത്തറ കേശവജി സ്മാരക പൊതുജന വായനശാലയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. നവോത്ഥാന നായകൻ സ്വാമി ആനന്ദതീർത്ഥരുടെ ജീവിതത്തെ ആധാരമാക്കി എഴുതപ്പെട്ട നോവൽ ചേയെ ആസ്പദമാക്കിയായിരുന്നു ചർച്ച. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. വായനാപക്ഷാചരണത്തിന്റെ ഭാഗമായാണ് അമ്പലത്തറ 3-ാം മൈലിലെ കേശവജി സ്മാരക പൊതുജന വായനശാലയിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചത്. നവോത്ഥാന നായകൻ ആനന്ദതീർത്ഥ സ്വാമികളുടെ ക്രിയാബഹുലവും ത്യാഗനിർഭരവുമായ ജീവിതത്തെ ആസ്പദമാക്കി ആർ ഉണ്ണിമാധവൻ എഴുതിയ ചേയ നോവലിനെ ആസ്പദമാക്കിയായിരുന്നു ചർച്ച. വി സുരേഷ് കുമാർ പുസ്തകം പരിചയപ്പെടുത്തി. ഡോക്ടർ അംബേദ്കറോടൊപ്പം ആരാധിക്കേണ്ടുന്ന വ്യക്തിത്വമാണ് സ്വാമി ആനന്ദതീർത്ഥരുടേതെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഒളിച്ചിരുന്നു, കാട്ടിലിരുന്നു, രാവിലെ ആളെ പിടിച്ചു എന്നൊക്കെ പറയുന്ന കഥകൾ പണ്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു ജീവിത കഥയെ ആസ്പദമാക്കി എഴുതപ്പെട്ട ഒരു നോവൽ വായിച്ചപ്പോഴാണ് ആ മനുഷ്യൻ ഇത്രമാത്രം ത്യാഗം സഹിച്ചിട്ടുണ്ട് ഈ ഒരു വസ്തു, അദ്ദേഹത്തിന്റെ ഒരു ആശയത്തിന്റെ ഒരു പൂർണ്ണതയ്ക്ക് വേണ്ടി എന്ന് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഒരു ആരാധന ഒന്നുകൂടി കൂടുകയാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ആ പുസ്തകം വായിച്ച് തീർത്തു. അപ്പോൾ ഗോമാഷ് പറഞ്ഞാണൊക്കെ ഒരു പുസ്തക ചർച്ചയിൽ ഒതുങ്ങേണ്ടതല്ല ഇന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ ജീവിതം എന്ന് നമുക്ക് തോന്നുകയാണ്. കാരണം നമ്മുടെ നാട്ടിൽ നോക്കുകയാണെങ്കിൽ നാലമ്പല യാത്ര പോലുള്ള യാത്രകളൊക്കെ ഇങ്ങനെ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ഇതിനൊന്നും പറ്റാത്തൊരു കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള ആളുകളെ ഈ ഒരു ആവശ്യത്തിന് വേണ്ടി സജ്ജമാക്കാൻ ഒരുങ്ങി പുറപ്പെട്ട ഒരു മനുഷ്യന്റെ ജീവിതം അത് നമുക്ക് മാതൃകയാണ്. നമ്മൾ അദ്ദേഹത്തെ ഇനിയും ഏറെ ഈ സമൂഹത്തിന് വേണ്ടി പകർത്താനുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാറുള്ളത്. ലൈബ്രറി കൗൺസിൽ ഹൊസ്തൃക താലൂക്ക് പ്രസിഡന്റ് സുനിൽ പട്ടേന PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. നോവലിസ്റ്റ് ആർ ഉണ്ണിമാധവൻ തന്റെ എഴുത്തനുഭവം പങ്കുവച്ചു. MK ഗോപകുമാർ, M അനിൽകുമാർ, സുരു കുമ്പിച്ചടുക്കം, സനൂഷ് മനിയേരി, രാജേഷ് നർക്കര തുടങ്ങിയവർ ചർച്ചയിൽ പങ്കെടുത്തു. ഗോപി മുളവന്നൂർ സ്വാഗതവും PV ജയരാജ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പെരിയ.